Hi students, welcome to LMD. Today we are going to do the exercise questions of page 254 of chapter 11 statistics. ഒന്നാമത്തെ ചോദ്യമാണ് എഴുതിയിട്ടിരിക്കുന്നത്. The table shows some households sorted according the usage of electricity. Electricity usage is given in units 80 to 90, 93, 90 to 100, 6, 100 to 110, 7, 110 to 120, 10, 120 to 139, 130 to 144. Calculate the median usage. എഴുതാൻ വിട്ടുപോയി. Calculate the median usage of electricity. Calculate the median usage of electricity. Okay. അപ്പോൾ ഇത്രയും നേരം നമ്മൾ ചെയ്തതിന് വ്യത്യസ്തമായ ഒരു ചോദ്യമാണിത്. ഇത് ക്ലാസും ഫ്രീക്വൻസിയാണ് തന്നിരിക്കുന്നത്. ക്ലാസ് എന്ന് പറയുന്നത് 80 തൊട്ട് 90 വരെ, 90 മുതൽ 100. നേരത്തെയൊക്കെ നമ്മൾ ചെയ്ത ചോദ്യങ്ങളിൽ കുറേ ഒറ്റയൊറ്റ സംഖ്യകളായിരുന്നു. ഇവിടെ ക്ലാസ് ആയിട്ടല്ല തന്നത്. 200, 300, 10, 20 എന്നൊക്കെയുള്ള ഒറ്റയൊറ്റ സംഖ്യകളായിരുന്നു. ഇത് ഗ്രൂപ്പ് ചെയ്തിരിക്കുക. മറ്റേത് റോ ഡേറ്റ എന്ന് പറയും, ഇത് ഗ്രൂപ്പ്ഡ് ഡേറ്റ. അപ്പോൾ 80 തൊട്ട് 90 വരെ, ഇവിടെയും 90 ഉണ്ട്. 90 ഇതിൻ്റെ അകത്ത് ഒരു രണ്ടാമത്തേൽ വരും, ആദ്യത്തേൽ 89 വരെ ഉണ്ടായിരിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് കാണേണ്ടത് എന്താണ്? മീഡിയൻ യൂസേജ് ഓഫ് ഇലക്ട്രിസിറ്റി. ഇപ്പം ഇങ്ങനെയുള്ള ചോദ്യം നമുക്ക് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ രീതിയിൽ നമുക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ച് മാറ്റങ്ങൾ ഈ ചോദ്യത്തിൽ തന്നെ ഞാൻ മാറ്റം വരുത്തി ചെയ്യുകയാണ്. ഇവിടെ നേരത്തെ കണക്കിൽ ചെയ്ത പോലെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആഡ് ചെയ്ത് എഴുതണം. 80 തൊട്ട് 90 വരെ ഉള്ളതുകൊണ്ട് നമ്മൾ ഇതിനെങ്ങനെയായിരിക്കും? ബിലോ 90 ഓർ ലെസ് ദാൻ 90. ഓക്കെ, ലെസ് ദാൻ 100, ലെസ് ദാൻ 110, ലെസ് ദാൻ 120, ലെസ് ദാൻ 130, ലെസ് ദാൻ 140 ഓർ ബിലോ, ഏത് വേണമെങ്കിലും നമുക്ക് എഴുതാം. അപ്പോൾ ഞാൻ ഈ ചോദ്യത്തിൽ വരുത്താൻ പോകുന്ന മാറ്റം നോക്കിക്കോ. ഇതങ്ങ് വായിക്കുകയാണ്. ചോദ്യത്തിൽ തന്നെ എഴുതുകയാണ്. വീണ്ടും ചോദ്യം എഴുതണ്ടല്ലോ, അതുകൊണ്ട് തന്നെയാണ്. ബിലോ 90 എത്ര? 3 പേര്. അടുത്തത് ബിലോ എത്ര? ഇവിടെ 100 എന്ന് പറഞ്ഞാൽ 3ൻ്റെ കൂടെ 6 കൂടെ കൂട്ടണം. എത്ര വരും? 9. ബിലോ 110 എന്ന് വരുമ്പം ഈ 9ൻ്റെ കൂടെ 7 കൂടെ കൂട്ടണം. അപ്പോൾ എത്ര വരും? 16. പിന്നെ ബിലോ 120, 10 കൂടെ ആഡ് ചെയ്യുമ്പം 26. ബിലോ 130 വരുമ്പോൾ ഈ 9 കൂടെ ആഡ് ചെയ്യുമ്പോൾ 35 എന്ന് വരും. ബിലോ 140 അപ്പോൾ എത്ര വരും? 4 കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 39. അപ്പോൾ ഇവിടെ നമുക്ക് ടോട്ടൽ 39 ആണ് വന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഓഡ് നമ്പർ ആണെങ്കിൽ സിൻസ് n is equal to 39, അതുകൊണ്ട് മീഡിയൻ എന്ന് പറയുന്നത് n + 1 ടേം. മീഡിയൻ ഈക്വൽസ് n + 1/2 ടേം. മീഡിയൻ ഈക്വൽസ് n + 1/2 ടേം. അങ്ങനെ വരുമ്പം 39 + 1/2 പറയുമ്പം 40/2. 20th ടേം ഈസ് ദ മീഡിയൻ. 20th ഈസ് ദ മീഡിയൻ. ഓക്കെ, മനസ്സിലായല്ലോ? ഇത് 20 എവിടെ വരും? ഇതിൻ്റെ ഇടയ്ക്ക് വരും അല്ലേ? നോക്കിയേ, 16 വരെ, 16 പേർക്ക് 16 വരെ 9 പേര് വരെ എത്ര? 100. അതായത് 3 പേര് 90. അത് കഴിഞ്ഞ് 90 തൊട്ട് 100-നകമുള്ള ഇലക്ട്രിസിറ്റി ഉപയോഗം 9 പേർക്കാണ്. പിന്നെ 100 തൊട്ട് 110 വരെ ഉപയോഗം 16 പേർക്ക്. വീടുകളുടെ എണ്ണമാണ് തന്നിരിക്കുന്നത്. 110 തൊട്ട് 120 വരെ ഉപയോഗം എത്ര വീടുകാരാ? ഇത് യൂണിറ്റ് ആണ്. 16 തൊട്ട് 26, അതായത് 10 വീടുകളാണ് അതിൻ്റെ ഇടയിൽ വരുന്നത് അല്ലേ? അപ്പം നമുക്ക് ഈ ചോദ്യം വളരെ എളുപ്പത്തിൽ, ഒരു ടെക്സ്റ്റിലൊക്കെ വളരെ കൺഫ്യൂസ്ഡ് ആയിട്ട് കിടക്കുന്നുണ്ട്, കുട്ടികൾക്ക് അത് മനസ്സിലാവില്ല. അപ്പോൾ ഇത് കോമൺ ഡിഫറൻസ് വെച്ച് ചെയ്യാം. ഡിഫറൻസ് നമ്മൾ പഠിച്ചുകൊണ്ട് ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. അപ്പോൾ എത്ര വരും?
120 മൈനസ് 110/26 മൈനസ് 16. അപ്പോൾ എത്ര വരും? 10/10 ഈക്വൽസ് 16 കഴിഞ്ഞ് 17ാമത്തെ ആളുടെ ഉപയോഗം നമുക്ക് കണ്ടുപിടിക്കണം. എന്നിട്ട് നമ്മൾ 20ലേക്ക് കടക്കും. x17 എന്ന് പറയുന്ന 16ാമത്തെ ആളുടെ ഉപയോഗം എത്ര? 110. 110ന്റെ കൂടെ ഡിയുടെ പകുതി കൂടെ കൂട്ടണം, d/2. അപ്പം 110 പ്ലസ് എത്ര വരും? 1ന്റെ പകുതി ആരാ? 0.5. 110.5 എന്ന് വരും. ഇനി നമുക്ക് 20ാമത്തെയാണ് കണ്ടുപിടിക്കുക. 20th ഈസ് ദ മീഡിയൻ, x20. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ്? x17ന്റെ കൂടെ 3 times കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ മതി അല്ലേ? ഇവിടെ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ d is equal to 1. x17 നമുക്കറിയാം 110.5 പ്ലസ് 3 into 1 is 3. അപ്പം നമുക്ക് ആൻസർ എന്താ കിട്ടും? 113.5. ദാറ്റ് ഈസ് ദ മീഡിയൻ യൂസേജ് ഓഫ് ഇലക്ട്രിസിറ്റി. മീഡിയൻ ഈക്വൽസ് 113.5. മനസ്സിലായോ? അങ്ങനെ ഒന്നാമത്തെ ചോദ്യം കഴിഞ്ഞ് ഇനി നമ്മൾ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം. The table below shows the children in a class sorted according to their marks in the max exam. Marks and number of children 0 to 10 4, 10 to 20 8, 20 to 30 10, 30 to 40 9, 40 to 50 5. ഇത് ടേബിളിൽ നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ചെറിയൊരു മാറ്റം വരുത്തണം. എങ്ങനെയാണ്? ക്ലാസ്സും ഇതിനെ ഈ ഫ്രീക്വൻസി എന്താക്കും? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആക്കും. ആഡ് ചെയ്ത് പോകും. ഇതിനെ ഈ ക്ലാസ് നമുക്ക് എന്ത് ആക്കും? ബിലോ 10, ബിലോ 20, ബിലോ 30, ബിലോ 40, ബിലോ 50. ബിലോ എഴുതുന്നതിന് വരെ ലെസ് ദാൻ എഴുതാം. ലെസ് ദാൻ 10, ലെസ് ദാൻ 20 അങ്ങനെയും എഴുതാം. ഓക്കെ, അപ്പം ഇവിടെ ഞാൻ ഒരു ചെറിയ മാറ്റം വരുത്തുകയാണ്. ഈ ക്വസ്റ്റ്യനിൽ തന്നെ ചെയ്യുകയാണ്. ബിലോ എല്ലാം മാഞ്ഞല്ലേ? ബിലോ 10, ബിലോ 20, ബിലോ 10 4 തന്നെ. ബിലോ 20 വരുമ്പം 8 4 12. അടുത്ത ബിലോ 30 വരുമ്പോൾ ഈ 10 കൂടെ ആഡ് ചെയ്യുമ്പം 12 10 22. ബിലോ 40 9 ഇവിടെ ആഡ് ചെയ്യണം. അപ്പം എത്ര വരും? 22 30 31. ബിലോ 50 31 5 36. നമുക്കിവിടെ ഈവൺ നമ്പർ ആണ് കിട്ടിയിരിക്കുന്നത്. നോക്കിക്കേ, 36 മാർക്ക്. നമ്പർ ഓഫ് ചിൽഡ്രൻ ബിലോ 50, അതായത് 50 വരെ, 40ക്കും 50ക്കും ഇടയ്ക്ക് ഉള്ള എത്ര പേര്? 36 പേര്. അപ്പോൾ ഇവിടെ ഓഡ് നമ്പർ ഈവൺ നമ്പർ ആയതുകൊണ്ട് അതിനെ ഡിവൈഡ് ചെയ്യാം അല്ലേ? മീഡിയൻ ഈക്വൽസ് 36. ഓഡ് നമ്പർ ആകുമ്പോൾ n+1/2 ടേമും, ഈവൺ നമ്പർ ആകുമ്പോൾ n/2 ആണ്. ഇഫ് ഇറ്റ് ഈസ് ഈവൺ, n+1/2 2th ടേം ഇഫ് ഇറ്റ് ഈസ് ഓഡ്. ഇത് മറക്കരുത്. അപ്പോൾ 18 വരും. 18 എവിടെ വരും നോക്കിക്കേ? ഇതിൻ്റെ ഇടയ്ക്ക് വരും അല്ലേ? 12 4 മാർക്ക് വരെ 10 പേര് അല്ലേ? അതായത് 12 കുട്ടികളാണ് 10നും 20നും ഇടയ്ക്കുള്ള മാർക്ക് 20 വരെ ഉള്ളത്. പിന്നെ 20നും 30നും ഇടയ്ക്ക് ആണ് നമ്മുടെ 18 മീഡിയൻ വരുന്നത്. അപ്പം 12ാമത്തെ ആള് വരെ എത്രയാ? ബിലോ 20 ആണ് മേടിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ 12 കഴിഞ്ഞാൽ അടുത്ത ആള് 13ാമത്തെ ആളെ കാണും. അതിന് നമുക്ക് ഡിഫറൻസ് ആണ്. ഡിഫറൻസ് ഈക്വൽസ് ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. 30 - 20/22 മൈനസ് എത്രയാണിത്? 12 അല്ലേ? 2 കറക്റ്റായിട്ട് എഴുതാം. അപ്പോൾ 10/10
എത്ര വരും? 1 എന്ന് കിട്ടും. ഡിഫറൻസ് 1 എന്ന് കിട്ടും. അപ്പോൾ 12 കഴിഞ്ഞാൽ അടുത്ത 13ാമത്തെ ആളെ കാണണം. 13ാമത്തെ ആളെ കാണണമെങ്കിൽ 12ാമത്തെ ആൾക്ക് എത്ര? 20. അതിൻ്റെ കൂടെ കോമൺ ഡിഫറൻസിൻ്റെ പകുതി 20 + 1/2 ഈക്വൽസ് 20.5 വരും അല്ലേ? ഹാഫ് ഈസ് 0.5. ഇനി നമുക്ക് എത്രാമത്തെ? 18. 18ാമത്തെ ആളല്ലേ മീഡിയൻ? x18 ഈക്വൽസ് x13ൻ്റെ കൂടെ 5d 13 5 18. x13 എത്ര? 20.5 പ്ലസ് 5 × 1. അപ്പോൾ എത്ര കിട്ടും? 20ൻ്റെ കൂടെ 20.5ൻ്റെ കൂടെ 5 കൂടെ കൂട്ടിയാൽ 25.5. അപ്പം മീഡിയൻ മാർക്ക് ഈക്വൽസ് 25.5. മനസ്സിലായല്ലോ? ഇതാണ് നമ്മുടെ ആൻസർ. ഇനി ഇതുപോലെ ഒരു ചോദ്യം കൂടെ ഉണ്ട്. പിന്നെ പരീക്ഷയ്ക്ക് ഇതിന് കുറേ സബ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. അത് നമുക്ക് റിവിഷൻ സമയത്ത് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്ത 3ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, 3ാമത്തെ ചോദ്യം. The table below gives the details of the income tax paid by the employees in an office in a year. അതായത് ആദായ നികുതി കൊടുത്തവരുടെ സ്ലാബാണ് കൊടുത്തിരിക്കുന്നത്. ആദായ നികുതി കൊടുത്തത്, മറ്റേത് എംപ്ലോയീസ് ജോലിക്കാരുടെ എണ്ണം. 1000 തൊട്ട് 2000 വരെ കൊടുത്ത എത്ര പേര്? 8 പേര്. 2000 തൊട്ട് 3000 വരെ 10 പേര്. 3000 തൊട്ട് 4000 വരെ 15 പേര്. 4000 തൊട്ട് 5000 വരെ 20. 5000 തൊട്ട് 6000 22. 6000 തൊട്ട് 7000 8 പേര്. 7000 തൊട്ട് 8000 6 പേര്. 8000 തൊട്ട് 9000 3 പേര്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്താ ചോദിച്ചിരിക്കുന്നത്? കാൽക്കുലേറ്റ് ദ മീഡിയൻ ഇൻകം ടാക്സ് പെയ്ഡ്. ഇൻകം പെയ്ഡ് അല്ല, ഇൻകം ടാക്സ് ആണ്. മീഡിയം ഇൻകം ടാക്സ് പെയ്ഡ്. മീഡിയൻ ഇൻകം ടാക്സ് പെയ്ഡ്. നേരത്തെ ചെയ്ത പോലെ തന്നെ ഇത് നമുക്ക് ചെയ്യാം. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം ഇതിനെ നമ്മൾ ഇൻകം ടാക്സ് അല്ലേ, എങ്ങനെ എഴുതും? ബിലോ 2000, ബിലോ 3000 അങ്ങനെ എഴുതി ഇവിടെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എഴുതണം. അതായത് ഫ്രീക്വൻസികൾ ആവർത്തി എന്നാണ് മലയാളത്തിൽ പറയുന്നത്. ആവർത്തികൾ കൂട്ടി കൂട്ടി എഴുതണം. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് ചെയ്യാം. ബിലോ 8 പേരാണ്. ബിലോ 3000 10 8 18 പേര് വരും. ബിലോ 4000 18ൻ്റെ കൂടെ 15 കൂടെ കൂട്ടുമ്പോൾ 33 വരും. ബിലോ 5000 അതിൻ്റെ കൂടെ ഒരു 20 കൂടെ കൂട്ടുമ്പോൾ എത്ര വരും? 53 വരും. പിന്നെ ബിലോ 6000 അതിൻ്റെ കൂടെ 22 കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര? 75 വരും. ബിലോ 7000 75ൻ്റെ കൂടെ 8 കൂടെ ആഡ് ചെയ്യുമ്പോൾ 83. ബിലോ 8000 8000 കുറവ് 83 6 കൂടെ കൂട്ടുമ്പം 89 89. ബിലോ 9000 അതായത് 89ൻ്റെ കൂടെ 3 കൂടെ ആഡ് ചെയ്യുമ്പോൾ 92. ഇതെല്ലാം മാഞ്ഞു പോയി, എന്നാലും അറിയാമല്ലോ എന്താണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് n ഈവൺ നമ്പറാണ് വന്നിരിക്കുന്നതല്ലേ. അപ്പം n/2th ടേം ഈസ് ദ മീഡിയൻ. അപ്പം 92/2 എത്ര വരും? 46. 46th
term is the median income tax paid. അപ്പം ഇനി ഈ 46 എവിടെ വരും നോക്കിക്കേ. ഇതിൻ്റെ ഇടയ്ക്കല്ലേ വരുന്നത്. 33 53 ഇടയ്ക്കാണ് 46 വരുന്നത്. അപ്പം 4000 3000-നും 4000-നും ഇടയ്ക്കുള്ള രൂപ കൊടുത്തത് 33 പേര്. അതായത് 18 തൊട്ട് 33 വരെ, 19, 20, 21 അത്രയും ആൾക്കാർ, 33 വരെ ഉള്ള ആൾക്കാർ 3000-നും 4000-നും ഇടയ്ക്കുള്ള രൂപയാണ് ഇൻകം ടാക്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. നമുക്ക് 46-ാമത്തെ ആളെ കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നോക്കിക്കേ, 5000 പേര് 53, 5000 രൂപ വരെ കൊടുത്താൽ 50, അതായത് 33-നും 53-നും ഇടയ്ക്കാണ് നമ്മുടെ 46 വരുന്നത്. ഇവിടെ നോക്കിയാൽ 4000 വരെ 33 പേര് കൊടുത്തിട്ടുണ്ട്, 4000 രൂപ വരെ, അതായത് 18-നും 33-നും ഇടയ്ക്ക്, 3000-നും 4000-നും ഇടയ്ക്കുള്ളവർ. ഇവിടെ 4000-നും 5000-നും ഇടയ്ക്കുള്ളവർ എത്ര? 33 കഴിഞ്ഞ് 34, 35 തൊട്ട് 53 വരെ എത്രയാണ്? 5000 രൂപയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഓരോരുത്തരുടെയും ശരിയായിട്ടുള്ള ഇൻകം ടാക്സ് നമുക്ക് അറിയത്തില്ല. അങ്ങനെ നമ്മളിവിടെ 46-ാമത്തെ ആളുടെ ഇൻകം ടാക്സ് എത്രയാണ് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ പോവുക. അപ്പോൾ ഇവിടെ ആദ്യം ഡി കാണണം. 5000 മൈനസ് 4000 ബൈ 53 മൈനസ് 33. ഇപ്പം എത്ര വരും? ഇവിടെ 1000 വരും അല്ലേ? എത്ര? ഇവിടെ 20 വരും. അപ്പോൾ എത്ര വരും? 5 വരും. 1000-ന് 5 അല്ലല്ല 50 വരും അല്ലേ? 20 അല്ലേ? അപ്പോൾ 50 വരും. നമുക്ക് ആൻസർ ഇവിടെ 50 ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പം ഇനി നമുക്ക് നോക്കേ, 33 കഴിഞ്ഞ് 34-ാമത്തെ ആൾ എത്രയാ മേടിക്കുന്നത് നോക്കാം. ഈക്വൽസ് ഡി. 33-ാമത്തെ ആൾ 4000 പ്ലസ് ഡി ബൈ 2. ഡി എത്ര? 50. അപ്പോൾ 50-ന്റെ പകുതി, അതായത് ഇവിടെ എഴുതാം 4000 പ്ലസ് 50/2. അപ്പോൾ 4000-ഉം 25-ഉം കൂടെ കൂട്ടുമ്പോൾ 4025 കിട്ടുന്നത്. ഇനി 34 കഴിഞ്ഞ് നമുക്ക് ഇവിടെ എത്രാമത്തെ ആളാണ്? 46. അപ്പം എക്സ് 46 കാണാം. എക്സ് 34-ൻ്റെ കൂടെ എത്ര കോമണ്ട്? 34-ഉം 12-ഉം 46 അല്ലേ? അപ്പം 4025 പ്ലസ് 12 ഗുണം എത്ര? 50. ഇപ്പം എത്ര കിട്ടും? 4025 പ്ലസ് 12 ഗുണം 50, 12×5 60, 600 കിട്ടും. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 4625. അപ്പം നമ്മുടെ മീഡിയൻ ആള് ഉപയോഗിക്കുന്ന കൊടുക്കുന്ന ഇൻകം ടാക്സ് എന്ന് പറയുന്നത് 4625. മീഡിയം ഇൻകം ടാക്സ്, median income tax. Rupees 4625. അത് എത്രാമത്തെ ആളാണ് കൊടുക്കുന്നത്? എത്രാമത്തെ ആളായിരുന്നു? 46-ാമത്തെ ആളാണ് കൊടുക്കുന്നത്. നാൽപ്പത്തിയാറാമത്തെ ആള് കൊടുക്കുന്നതാണ് 4625 രൂപ. അപ്പം ഈ എക്സസൈസ് തീർന്നു, ഈ ലെസണും തീർന്നു. ഈ ലെസണിലെ എല്ലാ എക്സസൈസും എല്ലാം നമ്മൾ ചെയ്തു. വളരെ എളുപ്പമാണ് ഈ ലെസൺ. ഇതിൻ്റെ അകത്തുനിന്ന് 7 മാർക്കിൻ്റെ ചോദ്യമായിരിക്കും വരുന്നത്. അപ്പം എല്ലാ ലെസണും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത ക്ലാസ് തൊട്ട് റിവിഷനാണ്. റിവിഷൻ ക്വസ്റ്റ്യൻസ്, ഓരോ യൂണിറ്റിൻ്റെയും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ റിവിഷനായിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും. ഓക്കെ, ടിൽ ദെൻ ബൈ.